ഗോകുസേ, ഉം. ഞാനേ എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ, ജർമ്മനിയിലുള്ള. ഞാൻ പുള്ളിക്കാരിയെ പറ്റി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയെ ഞാൻ വിളിച്ചപ്പം കടയിൽ പോകാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടീ ഞാൻ കിലി 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 കിലാന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് എന്താ സൗണ്ട് എന്ന് ചോദിച്ചപ്പോൾ, അതേ ചേഞ്ച് മുഴുവൻ പെറുക്കിയിട്ട് പോയില്ലെങ്കിലില്ലേ കടയിൽ ബാക്കിയുള്ളതിന് വല്ല ടോഫിയോ എന്തെങ്കിലുമൊക്കെ എടുത്തു തരും. ഒന്നാമത് എനിക്ക് ഷുഗർ ഇഷ്ടമല്ല. ഐ മീൻ ഇപ്പം എല്ലാവരും കൺട്രോളിലാണല്ലോ. അതിൻ്റെ കൂടെ ഈ ടോഫിയും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ചേഞ്ച് എല്ലാം കൂടെ ഒരു പേഴ്സിൽ മുഴുവൻ ചേഞ്ച് മാത്രം ഇട്ടിട്ട് പോവാണെന്ന്. അപ്പൊ ശരിക്കും ഞാൻ ആലോചിച്ചാലേ, നമ്മളുടെ കൺട്രി, ഈ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഒരു ബിഗ് ലീപ്പാണ് UPI പേയ്മെന്റ്. എന്തോരം ഈസിയായി നമ്മുടെ ലൈഫ്. എവിടെ പോണെങ്കിലും ഇപ്പൊ ഞാൻ ശരിക്കും എൻ്റെ വാളറ്റ് പോലും എടുക്കാറില്ല. ഞാൻ ആകെ മൊത്തം എടുക്കുന്ന ഒരു ഫോണാ. എവിടെ പോയാലും ഈസി ആയിട്ട് ഒരു ചേഞ്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ഒരു കൺഫ്യൂഷനോ ഒന്നും ഇല്ലാണ്ട് ലൈഫ് എന്തോരം ഈസിയായി അല്ലേ? അതെ. എന്താ UPIന്റെ ഫുൾ ഫോം എന്താ? യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. എന്തൊരു ഈസി അല്ലേ? നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഒരു മൊബൈൽ ആപ്പ് ത്രൂ ഒരു കണക്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ പണ്ടൊക്കെ ബാങ്കിലെ വർക്കിംഗ് അവേഴ്സ് ഇതാണ്, ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ പോകണം. ഇപ്പം അത് വേണ്ട. 24/7 നമുക്ക് ട്രാൻസാക്ഷൻ, ഒന്നും വെയിറ്റ് ചെയ്യണ്ട, സുഖമായിട്ട് കയ്യിൽ കാശ് വേണ്ട, കാർഡ് വേണ്ട, പേയ്മെന്റ് വളരെ ഈസി. അതെ. നിനക്കേ നമ്മള് ഗുരുവായൂര് പോയില്ലേ? അപ്പൊ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മള് ശരിക്കും ഒരു ബസ്സില് യാത്ര ചെയ്യുന്നെ. അപ്പൊ നമ്മള് ചേഞ്ച് എല്ലാം കൂടെ പെറുക്കി വെച്ച് ₹10, ₹20 3 പേരും കൂടെ എല്ലാം കളക്ട് ചെയ്ത് വെച്ച് നമ്മൾ ഓർമ്മയുണ്ടോ? കണ്ടക്ടർ വന്നപ്പം ഞങ്ങള് ചോദിച്ചു എത്രയായിന്ന്. അപ്പൊ പുള്ളിക്കാരൻ ഒരു എമൗണ്ട് പറഞ്ഞത്. ശരിക്കും പുള്ളിക്കാരൻ ഒരു ടാഗ് ഇട്ടിട്ട് QR കോഡ് ഉണ്ട് പുള്ളിക്കാരന്റെ ടാഗില്. ഞങ്ങൾ അപ്പളാണ് നോട്ടീസ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് ചോദിച്ചു, ഇങ്ങനെ പേ ചെയ്യാവോന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ആ പേ ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പൊ സുഖമായിട്ട് ആ ചേഞ്ച് ഒന്നും പോവാണ്ട് കയ്യിലിരുന്ന് ചേഞ്ച് കൊടുക്കാണ്ട് നമുക്ക് അങ്ങനെ ബസ്സില് വരെ പേ ചെയ്യാൻ പറ്റി. ആക്ച്വലി ഈ കുറേ ഇങ്ങനത്തെ റീസൺസ് കാരണമായിരിക്കും UPI പേയ്മെന്റ് ഇത്രയും പെട്ടെന്ന് പോപ്പുലർ ആവാനും വെൽ അക്സെപ്റ്റഡ് ആവാനും ഉള്ളൊരു റീസൺ അല്ലേ? ശരിക്കും ഓട്ടോയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് QR കോഡുണ്ട്. എവിടെ ഏത് കടയിൽ പോയാലും QR കോഡുണ്ട്. എന്തിനു പറയുന്നു, എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പഴം വിൽക്കാൻ വരുന്ന ആള്, ഓട്ടോയിൽ വരുന്ന അയാൾക്ക് വരെ QR കോഡുണ്ട്. ലൈഫ് ഭയങ്കര ഈസിയായി. പിന്നെ ഏതൊരു ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും യങ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഇതൊരു ഒട്ടും ഭയങ്കര ഹാസൽ ഫ്രീ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് മോഡാ. അതുകൊണ്ട് വെൽ അക്സെപ്റ്റഡ് ആയി ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും. അതുപോലെ പെട്ടെന്ന് ഇപ്പൊ ഒരു ₹466 40 പൈസ അയക്കണമെങ്കിൽ പണ്ട് നമ്മളത് 500 ആയിട്ടാ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം ശരിക്കും 466.40 ആയിട്ട് നമുക്ക് അയക്കാൻ പറ്റും. സോ ലൈഫ് ഭയങ്കര ഈസിയായി ഈ ഒരു ആക്ച്വലി UPI വന്നതോടെ. അതെ. പിന്നെ നമ്മൾ ഫോണ് എന്തായാലും ഇപ്പൊ എല്ലാരും ഫോണ് കൊണ്ടാ നടക്കണത്. അപ്പൊ പിന്നെ നമുക്കൊരു പ്രത്യേകിച്ച് വേറൊരു ഗാഡ്ജറ്റ് കൈ പിടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകാർക്ക് ഇത് ഭയങ്കര ബെനിഫിഷ്യൽ അല്ലേ? എന്താ കാരണം വെച്ചാൽ പണ്ടൊക്കെ നമ്മളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് വാങ്ങാണ്ട് ഇറങ്ങാറുണ്ട്. ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ വരുന്നേ ഇല്ല. അവരുടെ കയ്യിൽ സ്കാൻ ചെയ്യാനുള്ള കോഡുണ്ട്, നമുക്ക് സ്കാൻ ചെയ്യാം, ക്വിക്ക്ലി പേയ്മെന്റ് നടത്താം. എന്തിനാ നീ പറഞ്ഞത്, നമ്മൾ അമ്പലത്തിലോ ഏതെങ്കിലും ദേവാലയത്തിലോ ഒക്കെ പോയാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ മനസ്സിന് തോന്നില്ല, എന്തോ ഒരു നേർച്ചുണ്ട്, കുറച്ച് പൈസ ഇടണം തോന്നിയാൽ അതിന് പോലും അവിടെ സ്കാൻ ചെയ്യാനുള്ള കോഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ലൈഫിൽ ഒരു വലിയൊരു പ്രശ്നം, അക്കൗണ്ടിൽ പൈസ ഉണ്ടായാൽ മാത്രം മതി. UPI ഉണ്ടെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ ഈസിയാണ്. അതെ. ആ ടിങ് എഫക്റ്റ് അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എപ്പോ പേയ്മെന്റ് ചെയ്താലും ആക്ച്വലി ആ സൗണ്ട് ബോക്സും ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ പേ ചെയ്യുമ്പം ഇപ്പം ഷോപ്പ് കീപ്പർ ആണെങ്കിലും 3-4 പേരുണ്ടാവും. അപ്പം അയാൾക്ക് ഇങ്ങനെ ഓരോ ടൈമിലും ഫോണിൽ എമൗണ്ട് വന്നോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ UPI പേയ്മെന്റ് ഓഫ് ദിസ് മച്ച് എമൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പറയുന്നത് കേൾക്കുമ്പം obviously they can make a note that okay, this customer has paid. അപ്പൊ നമുക്കും ഒരു പ്രൂഫാണ് ദാറ്റ് വി ഹാവ് പെയ്ഡ്. അത് ആക്ച്വലി ആ ടിങ് എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി കൺവീനിയന്റ് ആണ്. പേ ചെയ്യുക, കൺഫർമേഷൻ അപ്പൊ തന്നെ കിട്ടി, ആൻഡ് ദെൻ വി ക്യാൻ ലീവ് ദ ഷോപ്പ് ഓർ വാട്ട് എവർ. ഇഷ്യൂ വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളെ പേയ്മെന്റ് ഫെയിൽ ആവും. അതേപോലെ ചിലപ്പോൾ പെൻഡിങ് ട്രാൻസാക്ഷൻ അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് തോന്നും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോവുകയും ചെയ്തു, അപ്പുറത്തെ ആളുടെ അടുത്ത് പൈസ കിട്ടിയിട്ടുമില്ല. പിന്നെ വരുന്നത് നമ്മൾ റോങ് ആൾക്കാർക്ക് പൈസ അയച്ചു പോകുമ്പോൾ
കുറേ സ്കാം, ഫ്രോഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ? ഇടയിൽ ഒരു സമയത്ത് വളരെ പോപ്പുലർ അല്ല നല്ലൊരു കാര്യമല്ല. എല്ലാവർക്കും അറിയപ്പെടുന്ന ന്യൂസ് ആയിരുന്നു. നിങ്ങളുടെ ജിപേയിലേക്ക് ഒരു 1000 റുപ്പീസോ എന്തെങ്കിലും ഒരാൾ വരുംന്ന്. എന്നിട്ട് നമുക്ക് കോൾ ചെയ്തിട്ട് നമ്മളോട് പറയുംന്ന്, "അയ്യോ ഞാൻ അറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടു. നിങ്ങളത് ഞങ്ങൾക്ക് തിരിച്ചയച്ചു തരണംന്ന്." അപ്പം നമ്മൾ തിരിച്ച് അവർക്ക് ആ പൈസ അയച്ചു കൊടുത്താൽ നമ്മളെ അക്കൗണ്ട് അവർ ഹാക്ക് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറെ ന്യൂസ് വരുമ്പോ എന്താ വെച്ചാൽ നമ്മളും ഭയങ്കര കെയർഫുൾ ആവും. നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ബൈ ചാൻസ് റോങ് പേഴ്സണിന് പോയാൽ വിളിച്ച് ചോദിക്കാൻ പോലും പറ്റില്ല തെറ്റി അയച്ചു പോയിന്ന്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം. കൂടാതെ വരുന്ന ഒരു അടുത്ത കാര്യം എന്താ അറിയോ, ഈ വിശ്വാസത്തിൽ നമ്മൾ ഫോൺ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി കയ്യിൽ പേഴ്സും പൈസയും ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ എന്താ പറ്റുക വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഫോൺ ചതിക്കും, ബാറ്ററി ഡെഡ് ആവും, അല്ലെങ്കിൽ ചിലപ്പോൾ റേഞ്ച് ഇല്ലാത്ത ലൊക്കേഷനിലായിരിക്കും നമ്മൾ. ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഭയങ്കര ഡിപ്പെൻഡന്റ് ആയി മാറുന്നുണ്ട്. അല്ല പവർ ബാങ്ക് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് മൊബൈൽ നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കുക. നമ്മൾ എന്താണ് സ്കാൻ ചെയ്യുന്നത്, എവിടുന്നാണ് സ്കാൻ ചെയ്യുന്നത്. ഷോപ്പിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് സ്കാൻ ചെയ്ത് പേ ചെയ്യാം. ആ കൺഫർമേഷനും നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രം ഇറങ്ങുക. ഗോവു പറഞ്ഞതുപോലെ കണ്ണി കണ്ട എന്തെങ്കിലുമൊക്കെ നമുക്ക് മെസ്സേജ് വരുമ്പം അതിൽ സ്കാൻ ചെയ്ത് പൈസയൊന്നും അയക്കാണ്ടിരിക്കുക. ജസ്റ്റ് ബി വെരി കെയർഫുൾ. എന്താണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ പേ ചെയ്യുന്നതെന്ന് മാത്രം എനിക്ക് തോന്നുന്നു കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരുന്നാൽ മതി തോന്നുന്നു. ഇതിന്റെ വേറൊരു സന്തോഷ ഭാഗ്യം തരും, നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് എവറി ഇൻഡിവിജ്വൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ നല്ലൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. കാരണം അക്കൗണ്ട് ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ഫോണിനോട് ലിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫോൺ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പൊ സ്വന്തം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അക്കൗണ്ട് ഉള്ളവരൊക്കെ ഒരു ഫോണും സിമ്മും എടുത്തു. അതിനുശേഷം നമ്മളുടെ ഓരോ കുഞ്ഞു കുഞ്ഞു ട്രാൻസാക്ഷൻ, ഇപ്പം വീട്ടിലെ ലേഡീസ് ആയാലും കുഞ്ഞു കുട്ടികളായാലും എല്ലാവരും നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ നല്ലൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് അറിയുമ്പോൾ നല്ലതല്ലേ? അപ്പോൾ UPI വന്നതുകൊണ്ട് കൺവീനിയൻസിന്റെ കൂടെ തന്നെ നമുക്കും നമ്മുടെ എക്കോണമീനെ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റണമെന്ന് അറിയുന്നതും ഒരു നല്ലൊരു ഇൻഫ്ലുവൻസിങ്. അതെ. സോ ലെറ്റ് us all count our blessing and keep watching Echoes of Her with Ren and Gu.